മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. ജാമ്യത്തിനുള്ള സ്റ്റേ 25 വരെ തുടരും. അന്തിമ വിധി വരും വരെ കെജ്രിവാൾ തിഹാർ ജയിലിൽ തുടരണം. പ്രോടേം സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിലിനെ തഴഞ്ഞ കേന്ദ്ര നടപടിയെ വിമർശിച്ച് മുഖ്യമന്ത്രി. ബിജെപിയുടെ ധിക്കാരപരമായ സമീപനം ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി. പാർലമെന്ററി കീഴ്വഴക്കം ലംഘിച്ച തെരഞ്ഞെടുപ്പ് പ്രതിഷേധാർഹമെന്നും പിണറായി വിജയൻ. നീറ്റ് നെറ്റ് പരീക്ഷാ വിവാദങ്ങളിൽ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. നെറ്റ് ക്രമക്കേടിൽ അന്വേഷണം ആരംഭിച്ച സിബിഐ ചോദ്യപേപ്പറുകൾ 6 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തിയെന്ന് കണ്ടെത്തൽ. നീറ്റിൽ ഗ്രേസ് മാർക്ക് ലഭിച്ച 1563 പേർക്കുള്ള പുനഃപരീക്ഷ മറ്റന്നാൾ. ഹൈറിസ്ക് സ്വത്തുക്കൾ മരവിപ്പിച്ച സർക്കാർ നടപടി റദ്ദാക്കി ഹൈക്കോടതി. അക്കൗണ്ട് മരവിപ്പിച്ചത് നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് കണ്ടെത്തലിൽ. നിയമപരമായ വഴിയിലൂടെ അന്വേഷണ സംഘത്തിന് മുന്നോട്ടു പോകാമെന്നും കോടതി. തമിഴ്നാട് കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മുഖ്യപ്രതി പിടിയിൽ. പിടിയിലായത് മുഖ്യപ്രതി ചിന്നാദുരൈ. അറസ്റ്റിലായത് കടലൂരിൽ നിന്ന്. നിരവധി വ്യാജമദ്യ കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. വ്യാജമദ്യ ദുരന്തത്തിൽ 50 മരണം. ലെ ഹൈക്കോടതി ഉത്തരവ് കാറ്റിൽ പറത്തി ഇടുക്കി ജില്ലാ ഭരണകൂടം. ചട്ടം പാലിക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണമെന്ന ഉത്തരവ് നടപ്പായില്ല. ആന സഫാരി കേന്ദ്രത്തിനെതിരെ കേസെടുത്ത വനം വകുപ്പ്. കേരള ഫാം പ്രവർത്തിച്ചിരുന്നത് നിയമവിരുദ്ധമായി. ഇടുക്കിയിൽ സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച് പ്രവർത്തിക്കുന്നത് 9 ആന സഫാരി കേന്ദ്രങ്ങൾ. കോപ്പ അമേരിക്കയിൽ ജയത്തോടെ തുടങ്ങിയ അർജന്റീന ഉദ്ഘാടന മത്സരത്തിൽ കാനഡയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. ലയണൽ മെസ്സി കളിയിലെ താരം. കോപ്പ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ മത്സരം കളിക്കുന്ന താരമായി മെസ്സി.